ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തട്ടിക്കൂട്ട് ബിരിയാണി ഒന്ന് കാണണേ. പെട്ടെന്ന് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഇത് കേട്ടോ. എന്നാൽ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ തട്ടിക്കൂട്ട് ബിരിയാണി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിതാ ഉള്ളിയും തക്കാളിയും ഞാൻ ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ ഞാൻ ഉള്ളി വാട്ടി അതിൽ തക്കാളി ഇട്ട് വാട്ടി വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിലേക്ക് ഞാൻ മല്ലി പുതിന രണ്ടും കൂടെ അരിഞ്ഞ് ഇട്ടതും കൂടെ ഇട്ടിട്ടുണ്ട്. അതും കൂടി നല്ലോണം ഇളക്കി അതിലേക്ക് ഞാൻ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചത് ഞാൻ അതിലിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയാണ് കേട്ടോ ഞാൻ പൊടിയായിട്ട് ഇതിലേക്ക് ഇടുന്നത്. കുരുമുളക് പൊടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി ഇടുന്നില്ല. അപ്പോൾ ഞാൻ ഈ പൊടികളൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് ഞാൻ കുറച്ച് തൈര് വറന്ന് കൊടുത്തു കേട്ടോ. നല്ല കട്ട തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ തൈരും കൂടെ ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സുറുക്കയാണ് പരന്നിട്ടോ. സുറുക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി കേട്ടോ. അത് ഒരിത്തിരി മതി കേട്ടോ ഒരു പുളിക്ക്. അതും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതാ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതും കൂടെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 3 ആൾക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, അധികമൊന്നും ഉണ്ടാക്കണില്ല. ഞങ്ങളിപ്പോൾ 3 ആളല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 ആൾക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ റെഡിയാക്കി വെച്ചു. അപ്പോൾ അപ്പോഴേക്കും ഞാനിതാ ചോറ് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മസാല കൂട്ട് അടുപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതാ ചോറ് ഊറ്റിയിടുകയാണ്. നല്ല മഴയാണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറൊക്കെ ഊറ്റി ഇറച്ചിയുടെ മേലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു 3 ഇല എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ലീഫ് ഉണ്ടല്ലോ നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ബിരിയാണി നെയ്ച്ചോറിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ദമ്മിട്ട് വെച്ചിട്ട് തുറക്കുമ്പോൾ ഉണ്ടൊരു സ്മെല്ല് കേട്ടോ. പറയാൻ വയ്യാത്തൊരു മണമാണ്, അടിപൊളി മണമാണ് കേട്ടോ. ഈ ചെടി വീട്ടിലുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ ചെടി ഉണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല മണമാണ്, പ്രത്യേക മണമാണ് ഈ പാത്രം തുറക്കുമ്പോൾ. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ മിൽമയുടെ നെയ്യുണ്ട്, അതും കൂടെ ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ബിരിയാണി റെഡി ആയിട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് തീയും കൂടെ ഇടുന്നുണ്ട്, ദമ്മിൽ കിടന്നാവട്ടെ. ബിരിയാണി ആകുമ്പോഴേക്കും നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ, പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, മല്ലി, പുതിന ഇല്ല കേട്ടോ, എൻ്റെ അടുത്ത് പുതിന കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് മല്ലിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ഇട്ടു, അതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം നൈസാക്കി അരച്ച് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടോ. പിന്നെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൈരും തേങ്ങാ ചമ്മന്തിയാണ് നമ്മൾ ബിരിയാണിക്ക് കേട്ടോ. പിന്നെ അച്ചാറും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഒക്കെ റെഡിയായി കണ്ടില്ലേ. ബിരിയാണി ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കുള്ള ബിരിയാണി ഞാനിതാ വിളമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. തൈരും ചമ്മന്തിയും ബിരിയാണി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.